കഴിക്കുന്ന ഈ ഒടുക്കത്തെ താഴത്തിൽ ഇരുന്നുകൊണ്ട് 10 ദിവസം പറയുന്നുണ്ട് കഴിക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും എനിക്കിന് ഉപവാസമാണ്, നാളെ ഈ സമയത്ത് അപ്പായുടെ കൂടെ മേശപ്പുറത്ത് പെസക ഞാൻ കഴിക്കും സ്വർഗീയ എഴുന്നേശാരയിലെന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നേരുന്നിട്ട് ഭയങ്കരമായൊരു സ്വസ്രഗീതം ആരംഭിക്കും. എല്ലാവരും കൈയടിച്ച് പ്രാർത്ഥിച്ചുതിച്ച് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴെ വീഴും. എന്താ കാര്യം? ഇത്രയും പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലും അവന് അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പറ്റണില്ല. അതാ വിഷയം. ആ വീണുപോയി. ആ വീണിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വിട്ടുപോകണുണ്ട്. അവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വേദനയും നീറ്റലും എല്ലാം അവൻ അനുഭവിച്ചു. അവൻ കുറിച്ച് തൂങ്ങി തർക്കപ്പെട്ട് അപ്പോൾ അവന് സങ്കടമായി. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും കുരിശിനെ അതിജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? എലോയ് ലമ സബക്താനി, എന്താണ് നീ എന്നെ ഉപേക്ഷിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ നിന്നിട്ട് പറഞ്ഞു, അപ്പായല്ലേ ഇപ്പം നീ കാണാതിരിക്കാനുള്ളത്, ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കൂടി പോകാൻ അപ്പ എനിക്ക് കമാൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പോകാൻ പോവുകയാണ്. നീ ഒരു പണി ചെയ്യണം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പ ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് നീ അപ്പായിക്ക് നിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കണം. ഉടനെ അവൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും ആ ഒറ്റ വാക്ക് ആ സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന് ഐ കമൺ മൈ സ്പിരിറ്റ്. എന്നിട്ട് അവൻ തല വലത്തേക്ക് ചായച്ചു, ജീവൻ സമർപ്പിച്ചെന്ന് പറയും. ഇതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.